കോഴിക്കോട് താമരശ്ശേരിയിൽ ഫ്രഷ് കട്ട് വിരുദ്ധ സമരത്തിലെ സംഘർഷത്തിന് പിന്നിൽ SDPI ആണെന്ന് CPM. ഫ്രഷ് കട്ട് ഉടമകൾ കണ്ണൂരിലെ രാഷ്ട്രീയ നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും അക്രമത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും MK മുനീർ MLA ആരോപിച്ചു. സ്ഥാപനത്തിന് നേരെയുള്ള ആക്രമണം ചിലരുടെ അജണ്ടകളുടെ ഭാഗമാണെന്ന് ഫ്രഷ് കട്ട് ഉടമകളും പ്രതികരിച്ചു. ഫ്രഷ് കട്ട് അറവുമാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരായ സമരം സംഘർഷത്തിൽ കലാശിച്ചതിൽ രാഷ്ട്രീയ ആരോപണം കൂടി ഉയരുകയാണ്. സമരത്തിലേക്ക് നുഴഞ്ഞുകയറിയ പരിശീലനം കിട്ടിയ SDPI പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് ആരോപിച്ചു. നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ കേസെടുക്കണമെന്നും CPM ആവശ്യപ്പെട്ടു. നിയമപരമായ പ്രതിഷേധമല്ല ഇന്നലെ നടന്നതെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് പറഞ്ഞു. അത് സാധാരണ ജനകീയ പ്രതിഷേധമല്ല. ചില ഛിദ്രശക്തികൾ ജനകീയ പ്രതിഷേധത്തിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന് വേണം സംശയിക്കാൻ. അതേസമയം സംഭവത്തിന് പിന്നിൽ CPMവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ഗൂഢാലോചന ആരോപിക്കുകയാണ് UDF. കഴിഞ്ഞ ദിവസം ഫ്രഷ് കട്ട് മാനേജർ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവുമായി കണ്ണൂരിൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. മൊബൈൽ ടവർ ലൊക്കേഷൻ പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമാകുമെന്നും MK മുനീർ MLA പറഞ്ഞു. സമരം നടക്കുന്നതിനിടെ മാലിന്യവുമായി എത്തിയ വാഹനം കടത്തിവിട്ട പോലീസ് നടപടിയാണ് പ്രകോപനം സൃഷ്ടിച്ചതെന്ന് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി ആരോപിച്ചു. പോലീസിന്റേത് നരനായട്ടായിരുന്നുവെന്ന് കോൺഗ്രസ് പറഞ്ഞു. ഇന്നലെ ഉണ്ട് അതിക്രമം. ഇന്നലെ പോലീസ് നരനായാട്ടാണ്. സമരക്കാരെ പോലീസ് നേരിട്ട രീതി കടുത്ത അനീതിയും പ്രതിഷേധാർഹവുമാണ്, കാടത്തമാണത്. ഇന്നലെ നടന്ന ആക്രമണത്തിൽ 2 കേസുകളാണ് പോലീസ് എടുത്തത്. സംഘർഷത്തിൽ DYFI നേതാവടക്കം 321 പേർക്കെതിരെയാണ് കേസ്. ഫാക്ടറി തീയിട്ട കേസിൽ 30 പേരാണ് പ്രതികൾ. സംഘർഷത്തിനിടെ ഫാക്ടറിയിലേക്ക് കയറിയ പ്രതിഷേധക്കാർ അക്രമം നടത്തുന്ന CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. ഫാക്ടറി ആക്രമിക്കുന്നതും അത് തടയുന്ന പോലീസുകാരെ വളഞ്ഞിട്ട് മർദ്ദിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. സ്ത്രീകളെയും കുട്ടികളെയും മുൻനിർത്തി പോലീസിനെ പ്രതിരോധത്തിലാക്കുകയാണ് അക്രമികൾ ചെയ്തതെന്ന് ഫ്രഷ് കട്ട് ഉടമകൾ പറഞ്ഞു. പോലീസിനെ പ്രതിരോധത്തിലാക്കാനാണ് സ്ത്രീകളും കുട്ടികളും മുമ്പിൽ വെക്കുന്നത്. ഇതൊരു പുതിയൊരു കമ്മിറ്റി പുതിയൊരു ഇത് വന്നതിന് ശേഷമാണ് ഇത് ഈ ഒരു ലൈനിലേക്ക് മാറിപ്പോയത്. സംഘർഷത്തിൽ കോഴിക്കോട് റൂറൽ SP പരിക്കേറ്റ് ചികിത്സയിലായതിനാൽ അന്വേഷണ ചുമതലയുള്ള വയനാട് റൂറൽ SP പ്രദേശം സന്ദർശിച്ചു. നാളെ താമരശ്ശേരിയിൽ UDF ജനപ്രതിനിധികളുടെ ധർണ സംഘടിപ്പിക്കുന്നുണ്ട്. മീഡിയ 1 കോഴിക്കോട്.